ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. രാവിലെ തന്നെ ശ്രേയസിനെയും വേദിനെയും കൊണ്ട് ഡോക്ടറത്തേക്ക് വന്നതാണ് കേട്ടോ. ജലദോഷം, തൊണ്ടവേദനയൊക്കെ ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെയാണ്. പിന്നെ വെയിലത്ത് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിനടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നത്. ശ്രേയസിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. വേദിക്കും അത് തന്നെ. അപ്പോൾ രണ്ടാളെന്നെ സഹായിക്കുകയാണ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വേദിക്ക് ജെല്ലി വാങ്ങണമെന്ന് ഒരേ നിർബന്ധമാണ് കേട്ടോ. കുറേ ദിവസമായി അച്ഛനോട് പറയാണ് ജെല്ലി വാങ്ങണമെന്ന്. അപ്പോൾ ഇന്ന് പറ്റിയ അവസരം വന്ന് വാങ്ങാണ്. അപ്പോൾ സ്ട്രോബെറി ജെല്ലിയാണ് വാങ്ങിയത് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നേ ഉള്ളൂ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വളരെ മുമ്പൊരു വാട്ടർമെലൺ ജെല്ലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേദി അത് ചാനലിൽ കണ്ടപ്പോൾ മുതൽ അവൾ തുടങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ കുറേ കൊല്ലം മുമ്പ് ഇട്ടതാണ്. അപ്പോൾ അവൾ പറയാണ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഏകദേശം വേദിക്ക് ഒരു 2 വയസ്സൊക്കെ ഉണ്ടാവും, 2-2.5 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്ര ചെറിയ കുട്ടിക്ക് നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ലല്ലോ. പിന്നെ ശ്രേയസിനൊക്കെ ഈ ചോക്ലേറ്റിൻ്റെ അവിടെയൊക്കെ എത്തിയാൽ എന്നെ വെറുതെ എടുത്ത് കാണിക്കും കേട്ടോ. ഞാൻ എടുത്തോ എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എടുത്തിട്ട് കാണിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഏരിയ, അത് വേദിയൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. ആളിങ്ങനെ മൊത്തം നടന്ന് നോക്കും. അവസാനം കുറച്ച് കാഷ്യും പിസ്തയൊക്കെ എടുക്കും. പിസ്ത ഓൾറെഡി കഴിഞ്ഞ ആഴ്ച എടുത്തതുകൊണ്ട് ഞങ്ങൾ ജെല്ലി ചോക്ലേറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ ഇത്തവണ. പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്സ് വേണമായിരുന്നു എനിക്ക്, അതും വാങ്ങി. പിന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ സെഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫേവറേറ്റ് എപ്പോഴും ഹൈഡ് ആൻഡ് സീക്കാണ്. പക്ഷേ ഇത്തവണ രണ്ടാൾക്കും ഹൈഡ് ആൻഡ് സീക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് വാങ്ങിയാൽ മതിയെന്ന്. പക്ഷേ രണ്ടാൾക്കും 2 ഇൻട്രസ്റ്റാണ്. അത് രണ്ടാളും പ്ലാനിങ് ആണ് കേട്ടോ. പക്ഷേ 2 ഇൻട്രസ്റ്റ് ആണെങ്കിലും രണ്ടാളും കഴിക്കുമ്പോൾ ഈ ഹാഫ് ആക്കിയിട്ട് കഴിക്കും. ഒരു പാക്കറ്റ് കൊടുക്കും ഞാൻ, അത് അവർ ഡിവൈഡ് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുക്കാറില്ല. പിന്നെ കുറേ സമയം നമുക്ക് എടുക്കാം. എവിടെയാണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ സെക്ഷനിലാണ് കേട്ടോ വെജിറ്റബിൾസ് വാങ്ങാൻ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ആയിട്ട് നോക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നേക്കാളും എത്രയോ നല്ലതാണ് ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. ഞാൻ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടും ബ്ലിങ്കിറ്റും ഒക്കെ ചെയ്യാറുണ്ട്, ഈവൻ ബിഗ് ബാസ്ക്കറ്റ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ വന്നിട്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന്. ഫ്രഷായിട്ട് തന്നെയാണ് കിട്ടുന്നത്, എന്നാലും ഒരു രസം. പിന്നെ കുട്ടികൾക്കും കാണിക്കാമല്ലോ നമ്മളിങ്ങനെ വാങ്ങുന്നതൊക്കെ, അവർക്കും ഒന്ന് പരിചയമാക്കാൻ വേണ്ടിയിട്ടാണ് അവരെയും കൊണ്ട് വന്നത്. സാധാരണ ഞാൻ കുട്ടികളെ കൊണ്ടുവരാറില്ല ഇങ്ങനെ പർച്ചേസിങ്ങിന് വരുമ്പോൾ. അങ്ങനെ ഈ കാർട്ടിൽ ഓരോ സാധനങ്ങളായിട്ട് വരാണ്. ആകെ ഒരു ജെല്ലിയും കിഡ്സ് ടൂത്ത് പേസ്റ്റും മാത്രം വാങ്ങാൻ വന്ന ഞാനാണ് ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നത്. അത് എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ, എന്തൊക്കെയൊക്കെയോ വാങ്ങും. അങ്ങനെ ഇന്ന് ഞാൻ കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെ വേണം. അപ്പോൾ നോക്കുമ്പോൾ അത് ശ്രേയസ് അവിടുന്ന് ഓൾറെഡി 2 സ്നിക്കേഴ്സും വേറെ എന്തൊക്കെയോ വാങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ ഈ ബില്ലിങ്ങിൻ്റെ സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങളീ പോകുന്ന ജാംജും ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ട് അവിടെ 2nd ഫ്ലോറിലായിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് വാങ്ങി. അത് അത്യാവശ്യം ചിലവാകുന്നൊരു സാധനമാണ് വീട്ടിൽ. നമ്മൾ ഈ ഉപ്മാക്കും പിന്നെ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഗ്രീൻ പീസ് ഉപ്മാ, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ പുലാവിലൊക്കെ ഇടും. ഈ ബിസ്ക്കറ്റൊക്കെ വാങ്ങി. ബിസ്ക്കറ്റ് ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലിങ്കിറ്റിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങും. പിന്നെ ഇത് സെപ്പറേറ്റ് ഒരു വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് അധികം കിട്ടാത്ത അല്ലെങ്കിൽ കുറച്ച് വില കൂടുതലുള്ള വെജിറ്റബിൾസൊക്കെയാണ്. ഇത് ഈ സാലഡിലൊക്കെ ഇടുന്ന വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ ഇവിടെ. ശ്രേയസ് ആണെങ്കിൽ ഓരോന്നിൻ്റെ പേര് എന്നോട് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ പോക്കറ്റ് കാലിയാവും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങും, ഓരോ ഐറ്റമായിട്ട് വാങ്ങും. അങ്ങനെ ഇവിടെ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നോക്കി ഇവിടെ വന്ന് ഇങ്ങനെ നോക്കും. പിന്നെ ഞാൻ വാങ്ങുന്ന ഇവിടെ മഷ്റൂംസൊക്കെയാണ് ഇവിടെ നിന്ന് അധികം വാങ്ങൽ. ജാക്ക് ഫ്രൂട്ട് കണ്ടോ, ഇത് പല തരത്തിലുള്ള ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് അധികം വാങ്ങുന്ന മഷ്റൂമാണ്. പിന്നെ ഈ ജാക്ക് ഫ്രൂട്ട് കണ്ടില്ലേ, ഈ നമ്മുടെ പല വെറൈറ്റീസ് ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റിലാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സുലഭമായി കിട്ടുന്ന ഇതൊക്കെ ഇങ്ങനെ പാക്കറ്റിലായിട്ട് വിൽക്കുകയാണ്. നല്ല വിലയുണ്ട്. നമ്മളെ വീട്ടിലിങ്ങനെ വീണ് കിടക്കുമ്പോൾ ഒരു വിലയില്ല. അപ്പോൾ വേദ്യ എന്നെ തന്നെ തൂങ്ങി നിൽക്കുകയാണ്. ആൾക്ക് എന്തോ ആവശ്യങ്ങളുണ്ട്, അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത്തവണ കുറച്ച് നല്ല വലിയ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ കുറച്ച് ചെറുത് ഒക്കെയാണ് ഉണ്ടാവും. അങ്ങനെ ക്യാരറ്റ് വാങ്ങി ഞാനിങ്ങനെ പോകുന്നതിനനുസരിച്ച് രണ്ടാളും കൂടിയിട്ട് ആ കാർട്ടും തള്ളിക്കൊണ്ട് എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് നിൽക്കൂ, ഞാൻ അവിടെ കൊണ്ടുതരാം, അതിൽ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞാൽ രണ്ടാളും കേൾക്കൂല. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ച എല്ലാ സാധനവും വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ വേഗം വേഗം പാക്കൊക്കെ ചെയ്ത് തരും. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ഇത് പൊട്ടറ്റോ വേറെ ആരും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു. പിന്നെ അങ്ങനെ ചോക്ലേറ്റ് സെഷനിൽ ശ്രേയസാണെങ്കിൽ ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് ചോക്ലേറ്റ് വേണമെന്നാണ്. അപ്പോൾ എൻ്റെ സമ്മതം കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതുപോലത്തെ കിൻഡർ ജോയ്സ് ഒന്നും വാങ്ങാൻ സമ്മതിക്കാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് മീൻ മുളകിട്ടത് ഉണ്ടാക്കി. പിന്നെ ചക്ക ഉടച്ചതും അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചക്ക ഉടച്ചത് ഉണ്ടാക്കുന്നത്. ഇത് നെയ്മീൻ കറിയാണ്, കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശ്രേയസ് എന്നെ കുറേ സഹായിച്ചു കേട്ടോ. ശ്രേയസ് ഇപ്പോൾ കുറേ സഹായിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ആളെ ഇതിലൊക്കെ എൻഗേജ് ആക്കിയിട്ട് ഞാൻ നിർത്തും. അങ്ങനെ കുറച്ച് പഠിത്തം, കളി ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ തളി അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, നല്ല സമാധാനമായ അന്തരീക്ഷമാണ് കേട്ടോ. ഒരു ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.